ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ 2-3 നല്ല റെസിപ്പികൾ ഷെയർ ചെയ്തിരുന്നു. നല്ല ഒരു അപ്പത്തിൻ്റെ റെസിപ്പി, പിന്നെ ഫിഷ് നിർവാണയുടെ റെസിപ്പി, നല്ല ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതിനനുസരിച്ച് തേങ്ങാപ്പാൽ കൊണ്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ, അതായത് കളറൊന്നും കൊടുക്കാതെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 3 ചേരുവകളേ ഉള്ളൂ ഈ പുഡിങ്ങിന്. കളറിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല കേട്ടോ. ഞാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. തേങ്ങാപ്പാലും പഞ്ചസാരയും കോൺഫ്ലോറും മാത്രം മതി ഇതിന്. അപ്പോൾ ഈ ഈസി പുഡിങ് നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ പീസസായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു കറുത്ത ഭാഗം അങ്ങ് കളഞ്ഞിരിക്കുകയാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നല്ല വലിയൊരു തേങ്ങയുടെ ആ വെള്ള ഭാഗം മാത്രം തിരുമിയെടുക്കുക, ബ്രൗൺ പോർഷൻ പെടരുത്. എന്നിട്ട് അതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, 1 കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് നല്ല കട്ടിപ്പാലെടുത്തിട്ട്, അപ്പോൾ ഒരു 1-1.25 കപ്പ് കാണും. അതിൻ്റെ കൂടെ ബാക്കി 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ അളവ് കൃത്യം 2 കപ്പാക്കണേ. 1 കപ്പ് ഒഴിച്ച് മിക്സിയിൽ അടിച്ചാൽ മതി എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാലോ, ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അടിയത്തില്ല. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഒരു 1/2 കപ്പ്, ഇപ്പം 2 കപ്പ് ആക്കി വെച്ചല്ലോ നമ്മൾ, അതിൽ നിന്ന് ഒരു 1/2 കപ്പ് മാറ്റിയിട്ട് ഒരു 1/4 കപ്പ് നിറച്ച് കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടയ്ക്കുവാണേ. പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്ത് വരുമ്പം 1.5 കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ യോജിപ്പിച്ച് എങ്ങനെയായാലും 2 കപ്പ് തേങ്ങാപ്പാലാക്കുക. അതാണ് കണക്ക് കേട്ടോ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇപ്പോൾ ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൈപ്പ് ചെയ്യാനും കൂടെ മറന്നു പോവല്ലേ. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ മിക്സാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട്, അടുപ്പിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ട് ആ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അത് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണേ. അത് തിളയ്ക്കൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് 2 ഗ്രാമ്പൂ ഇടാം, അല്ലെങ്കിൽ 2 കറുവാപ്പട്ടയുടെ കഷ്ണമോ 2 ഏലക്കായോ, ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇടാമേ. ഇപ്പം ഞാൻ അതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. ഈ 1/2 കപ്പ് പഞ്ചസാര വളരെ പെർഫെക്റ്റ് മധുരമാണ് കേട്ടോ. ഒരുപാട് കൂടുതലുമല്ല കുറവുമല്ല. ഗ്രാമ്പൂവോ ഏലക്കായോ ഒന്നും ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ മാത്രമായിട്ട് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ എൻ്റെ മോക്ക് ചില സമയത്ത് തേങ്ങാപ്പാലിൻ്റെ മാത്രമായിട്ടുള്ള ഫ്ലേവർ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പേരിന് 2 ഗ്രാമ്പും കൂടെ ചേർത്തത് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറാണ്. പക്ഷേ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ആ കോൺഫ്ലവർ താഴെ അങ്ങ് അടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയും ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുകയും ഒന്നിച്ച് ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് അങ്ങ് കട്ടയായി പോകും കേട്ടോ. അതുകൊണ്ട് പാല് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണേ. ശരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗ്രാമ്പൂ ഒന്നും ഒരു നിർബന്ധവുമില്ലാന്ന്. ഈ ഗ്രാമ്പും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഈ പൊടിയിന് 3 ചേരുവകളേ ഉള്ളൂ. തേങ്ങാപ്പാലും പഞ്ചസാരയും കോൺഫ്ലോറും മാത്രം. ഞാൻ പറഞ്ഞല്ലോ, കളറാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വളരെ പ്യുവർ വൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ, മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 പുതിനായിലയും എന്തെങ്കിലും ഒരു ഡെക്കറേഷന് വേണ്ടി ഒരു ചെറിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതിയേ. ഇപ്പം നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ആ ഫ്ലേവർ എല്ലാം ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ആ ഗ്രാമ്പും അതിനകത്തും നിന്ന് പെറുക്കി മാറ്റുകയാണ്. ഇനി ഇപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഒഴിച്ചു വെക്കാൻ പോകുന്നത് ആ പാത്രത്തിൽ ചെറുതായിട്ട് ഒരു വെളിച്ചെണ്ണയുടെ ഒരു മയം ഒന്ന് തേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നെയ്യുടെ മയം തേച്ചിട്ട് ചൂടോടുകൂടി തന്നെ ഒന്നായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾ കളർ ചേർക്കുന്നില്ലെങ്കിൽ. ഇപ്പം ഞാൻ കളർ ചേർക്കുന്നത് കൊണ്ടാണ് ജെൽ കളറ് ഒരു തുള്ളിന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഒരു തുള്ളിയുടെ ഒരു 10-1 ഭാഗം ആ സ്പൂണിൻ്റെ അറ്റം കൊണ്ടൊന്ന് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചത്. 1-ൽ റെഡും ചേർത്തു, 1-ൽ ഗ്രീനും ചേർത്തു, 1-ൽ വൈറ്റ് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഉണ്ടാക്കുന്ന പുഡിങ്ങിൽ കളർ ചേർക്കുന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഫൈനലായിട്ട് ഏത് മോഡിലോട്ടാണോ ഒഴിക്കുന്നത് ആ മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുത്ത പാത്രത്തിലോട്ട് ഒരു ലെയർ ആദ്യം ആ പിങ്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തു, കാരണം എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നന്നായിട്ട് ഫേമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുറത്തെടുത്തിട്ട് ഞാൻ ഗ്രീൻ കളർ ഒഴിച്ചു കൊടുത്തു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ധൃതിക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി കേട്ടോ. ഓർക്കാതെ ആ വെള്ള പോർഷനും ഞാൻ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. പക്ഷേ വെള്ള പോർഷൻ അപ്പോഴത്തേക്ക് തണുത്തു പോയായിരുന്നു. അപ്പം ഞാൻ ചെറുതായിട്ട് സ്റ്റൗ ചൂടാക്കിയിട്ട് ഒന്നുകൂടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചത്. അല്ലെങ്കിൽ അത് ഓൾറെഡി കുറച്ചിങ്ങനെ ഒന്ന് കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് റഫായിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്.
പിന്നെ അത് മൂന്നും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് സെറ്റ് ആവുകയും ചെയ്യും, നന്നായിട്ട് തണുത്തിരിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കമിഴ്ത്തിയിട്ട് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി. അഥവാ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ കാണിക്കുന്നത്. അതിന് മുകളിൽ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങാപ്പീര ഉണ്ടല്ലോ, ഫ്രഷായിട്ട് ചെറുകിയ തേങ്ങാപ്പീര ഒന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതാവുമല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് വെതറി കൊടുത്തിട്ട് മുകളിൽ ആ തേങ്ങയുടെ ആ പീസസ് ഒന്നും അങ്ങനെ വെക്കണം എന്നില്ല. ഒരു 2-3 പുതിന മാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഡെക്കറേഷന് വേണ്ടിയുള്ളത് ആ മൂലയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയേ. ഇപ്പം ദേ കണ്ടല്ലോ, നല്ല ഫേം ആയിട്ടിരിക്കുക. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പെതുക്കി ഒന്ന് അനക്കി കൊടുത്താൽ മതി, ആ മോൾഡിൽ നിന്ന് ഇങ്ങനെ ഇങ്ങി വിട്ടുവരും. അതുപോലെ നന്നായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു പാത്രം മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെ ഇളകിപ്പോരും. ഇപ്പം അഥവാ ഡീമോൾഡ് ചെയ്യുകയാണ്, നിങ്ങൾ പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരികയാണ്. മുമ്പിലത്തേതുപോലെ തന്നെ ഒരു 4-5 തേങ്ങയുടെ പീസസ് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് ഒരേ നീളത്തിൽ. എന്നിട്ട് പുതിനായിലയും വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയാൽ എന്തും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ, ടേസ്റ്റ് അതുപോലെ നല്ലതുമാണ്. അപ്പോൾ 50 നോയമ്പും പീഡാനുഭവ ആഴ്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ഈസ്റ്റർ എത്തി. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഈസ്റ്റർ ദിനം ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്